ഡെയർ ഡബിൾ ബോൺ അഗെയിൻ. ആക്ച്വലി ഇത് കുറേ കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നൊരു ഷോയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 നെറ്റ്ഫ്ലിക്സ് ഡെയർ ഡബിൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് മാർവലിൻ്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പീക്ക് ഐറ്റമായിട്ട് നിൽക്കുകയാണ് ഡെയർ ഡബിൾ എന്ന് പറഞ്ഞാൽ. കാരണം ഈ നെറ്റ്ഫ്ലിക്സ് മാർവലിൽ കോമ്പോയിൽ കുറേ അധികം ചവറ് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയ ഒരു ചവറുകൾക്കിടയിൽ ഒരു കിടിലൻ സാധനം വന്നത് ഈ ഡെയർ ഡബിൾ മാത്രമാണ്. അപ്പം അത്രയും പീക്കായിട്ട് ഒരു 3 സീസണിലായിട്ട് 39 എപ്പിസോഡ് എന്തോ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡ്രാമ സാധനം, അതിനകത്ത് കിടിലൻ ആക്ഷൻ സീക്വൻസുകൾ, ക്യാരക്ടേഴ്സ് എല്ലാം കിടിലം അങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഷോ നെറ്റ്ഫ്ലിക്സ് ക്യാൻസൽ ചെയ്യുന്നു. അത് ഭയങ്കര വിഷയമായിരിക്കണം. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഷോ ക്യാൻസൽ ആവാനുള്ള കാരണം. പിന്നെ മാർവലിനെ ഡിസ്നി അക്വയർ ചെയ്തു. അതിനുശേഷം ഡിസ്നി മാർവലിൽ കുറേ സീരീസുകൾ വരുന്നു. അപ്പോഴും ഈ ഡെയർ ഡബിൾ ഒരു റീബോൺ അല്ലെങ്കിൽ ഒരു റീബൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും അവർ പറയുന്നില്ലായിരുന്നു. അവസാനം ഈ ഒരു റീബൂട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. അതിന് പുതിയ പേരിടുന്നു, ഡെയർ ഡബിൾ ബോണായി എന്ന് പേരിടുന്നു. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് സീസൺ, ഇത് ഒരു കണ്ടിന്യൂഷൻ അല്ലാതെ ഒരു സീസൺ 1 എന്നുള്ള രീതിയിൽ വരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കാണാനായിട്ട് പോകുമ്പോൾ അത്രയും എക്സ്പെക്റ്റേഷനാണ്. അത്ര എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെക്റ്റേഷനോടെയാണ് കാണാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഹെവി ആക്ഷൻ സീക്വൻസ്, ഡെയർ ഡബിളും പോയിൻ്റ് എക്സ്ട്രോയിട്ടുള്ള ഒരു കിടിലൻ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ 2 എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ കണ്ട ഡെയർ ഡബിൾ ആണോ എന്നുള്ള ആ ഒരു സാധനത്തിൽ നമ്മളിങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുന്നു. ഇനി ഇത് ഇവരെ ഡിസ്നി കൊണ്ട് നശിപ്പിക്കുമോ എന്നുള്ള കുറച്ച് കൺഫ്യൂഷനിൽ നിൽക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റോറി ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓരോ എപ്പിസോഡിലും ഇങ്ങനെ സ്റ്റോറിയെ, ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഡെയർ ഡബിളിൻ്റെ സീസൺ 3 ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ട ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ആ ഒരു വിൽസൺ ഫിസ്കും ഡെയർ ഡബിളുമായിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ്. അതിനുശേഷം ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പം സ്റ്റോറി ഭയങ്കരമായിട്ട് മാറി, വേൾഡ് ഭയങ്കരമായിട്ട് മാറി, ഇപ്പോൾ ഹെൽസ് കിച്ചൻ ഭയങ്കരമായിട്ട് മാറി. ഈ ഒരു ബോൺ അഗെയിനിൽ വരുന്ന സമയത്ത് ഭയങ്കര എലാബറേറ്റഡ് സ്റ്റോറിയാണ്. ക്യാരക്ടേഴ്സൊക്കെ അതിനകത്ത് ഉള്ള കുറേ അധികം ക്യാരക്ടേഴ്സ്, ഇപ്പം വിൽസൺ ഫിസ്ക് ഉണ്ട്, വനീസ ഉണ്ട്, ഫോഗി നെൽസൺ ഉണ്ട്, പിന്നെ കാരൻ പേജ് ഉണ്ട്, ഫ്രാങ്ക് കാസ്റ്റിൽ പണിഷറിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്യാരക്ടേഴ്സിനെല്ലാം കാണിക്കുന്നു. പക്ഷേ കുറച്ചും കൂടി വലിയ സ്റ്റോറി ലൈനാണ് ഇവർ ഈ ഒരു സീസൺ 1 കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ബോൺ അഗെയിനിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽസൺ ഫിസ്ക് കിങ് പിൻ, അതായത് അണ്ടർ വേൾഡ് കിങ് ആയിട്ടുള്ള വിൽസൺ ഫിസ്ക് ഹെൽസ് കിച്ചൻ്റെ അല്ലെങ്കിൽ ന്യൂയോർക്കിൻ്റെ മേയർ ആകുന്നതിലാണ് ഈ ഒരു ഷോ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ, ഇനി ഇയാൾ നേരെ ആയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. ഇപ്പം ഡെയർ ഡബിളിനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോഴിങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നത് വനീസ വേറെ ലെവലിലേക്ക് ഒരു ക്യാരക്ടർ മാറുന്നതും അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നു. പിന്നെ ഇങ്ങനെ കൺഫ്യൂഷനിങ് ആയിട്ട് നിൽക്കുന്നു. ഡെയർ ഡബിൾ ഈ ഒരു പരിപാടികളൊക്കെ നിർത്തുന്നു, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്ലോ പേസിൽ ഇങ്ങനെ കൊണ്ടുവരാണ്, ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതും. ഒരു 6ാമത്തെ എപ്പിസോഡൊക്കെ ആവുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു സാധനം ഇവർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡെയർ ഡബിൾ വീണ്ടും ഷൂട്ട് ഇടുന്നൊരു സീനും കുറേ അധികം ആക്ഷൻ സീക്വൻസുകളും, പുതിയൊരു വില്ലൻ മ്യൂസ് എന്ന് പറയുന്നൊരു വില്ലനെ കൊണ്ടുവരുന്നതും. ഭയങ്കര റോളൊന്നും ഇല്ല വില്ലൻ എന്നുണ്ടെങ്കിലും, പക്ഷേ ആ ഒരു സ്റ്റോറിക്ക് അത് ഭയങ്കര ആപ്റ്റായിട്ടാണ് അത് പോകുന്നത്. പിന്നെ ന്യൂയോർക്കിൻ്റെ മെഹറായിട്ടുള്ള കിങ് പിൻ എന്തൊക്കെ അവിടെ കാണിച്ചു കൂട്ടുമെന്ന് നമുക്കറിയാം. പോലീസ് പുള്ളിയുടെ കയ്യിലാണ്, ഫുൾ ഫോഴ്സ് പുള്ളിയുടെ, വിജിലാൻറ്റികളെ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത്. അതിനൊക്കെ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫസ്റ്റ് സീസണിൽ എനിക്ക് ഭയങ്കര പോരായ്മയായിട്ട് തോന്നിയത്, നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ ആ ഒരു ഡെയർ ഡബിളിനകത്ത് ഭയങ്കര പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകൾ തീരെ ഇല്ല എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. എണ്ണി പറഞ്ഞ ഒരു 3 എപ്പിസോഡിലൊരു എല്ലാം കൂടെ ഒരു 15-20 മിനിറ്റിനകത്ത് കാണിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ ഈ ഒരു ചോദിക്കാത്തുള്ളൂ. മറ്റേതങ്ങനെ വരുന്നത് ചററടിയായിരുന്നു, അതിനകത്ത് കഥയും പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്ത സീസണിൽ ഒരു കിടിലൻ സാധനമായിരിക്കും എന്നുള്ളൊരു ക്രെഡിറ്റ് സീനിലും ഒരു ക്ലിഫ് ഹാങ്ങറിലും ഒക്കെയാണ് ഇവർ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സീസൺ 1 അവർ എൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇവർ സീസൺ 1 എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നതെന്നുള്ളൊരു സാധനം ആലോചിക്കുന്നു. അത് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടു നിർത്തുന്നു. ഇനി സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കിങ്ങനെ ഊഹിച്ചെടുക്കാം. ഇനി ഫുൾ ആക്ഷൻ സീക്വൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുള്ള് ഫൈറ്റ് വരുന്നു. ഇനി ഈ പറയുന്ന വിജിലാൻറ്റീസുകളെല്ലാം കൂടെ ഒരുമിച്ചൊരു ആർമിയായിട്ട് പോകുന്നതും ഈ വിൽസൺ ഫിസ്കിനെതിരെ നിൽക്കുന്നതൊക്കെ ആയിരിക്കും അടുത്തൊരു സീസണിൽ കാണിക്കാൻ പോകുന്നത്, അടുത്ത സീസണിൽ കാണിക്കാനായിട്ട് പോകുന്നത്. സീസൺ 2 റിന്യൂ ചെയ്തിട്ടുണ്ട്. ഷൂട്ടിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ സാധനം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത വർഷം വരും എന്നാണ്. എന്തായാലും സീസൺ 1 ഞാൻ ആദ്യത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് ഭയങ്കര ഒരു ഫ്ലോപ്പായി പോകുമോ എന്ന് വിചാരിച്ചിടത്ത് നിന്നിട്ട് ഇവർ ബിൽഡ് ചെയ്തൊരു ഓക്കെ സാധനം. നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കണ്ടതല്ലെങ്കിൽ കൂടി ഒരു മാർവലിൻ്റെ ഒരു ഡീസൻറ്റ് സീസണായിട്ടാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് ആക്ച്വലി കാണാൻ പോയത്. അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ഒന്നുമല്ല, ഒരു സാറ്റിസ്ഫാക്ടറി സീസൺ തന്നെ ആയിരുന്നു ഡെയർ ഡബിൾ ബോൺ അഗെയിൻ്റെത്. അതിനകത്ത് ലാസ്റ്റിലത്തെ ഒരു 8ാമത്തെ എപ്പിസോഡിലൊരു
ഒരു സീക്വൻസ് ഉണ്ട് ക്ലൈമാക്സിൽ, കിട്ടുന്ന സാധനമാണ് അത്. ഇവർ ആസ്പെക്ട് റേഷ്യോ ഒക്കെ വെച്ചിട്ടൊരു സംഭവം കാണിക്കാനുള്ളൂ, ഭയങ്കര രസമാണ്. പിന്നെ സീസൺ ഫിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള പറയുന്ന ഒരു ടെൻഷനൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻഡ് ചെയ്തൊരു ക്രെഡിറ്റ് സീനൊക്കെ കൊടുത്ത് കിടലായിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് അടുത്ത സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്കറിയാം ഒരുപാട് ഡെയർ ഡെവിൾ ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യം. എന്തായാലും നിങ്ങൾ കാണുക, ഒരു കിടിലൻ സാധനമായിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്.